നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനീഷിനോടുള്ള ചൊരുക്ക് അവിടെ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുണ്ട്. അനീഷിനോടും അതുപോലെ തന്നെ അനുമോളോടും. ഈ അനുമോളാണ് ശരിയെന്ന് ഇപ്പോഴും പിന്നെയും അവരൊക്കെ സമ്മതിച്ചിരിക്കുകയാണ്. കാരണം എന്താ, ജിസയിലിന് എല്ലാം സ്പെഷ്യലായിട്ട് തിന്നാം, ജിസയിലെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു, ജിസയിലിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ജിസയിലിന് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി. അതായത് അനുമോളായിരുന്നു ശരി, അനുമോളാണ് നമുക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു തന്നത്, അനുമോൾ കിച്ചണിലുള്ളപ്പോഴാണ് എല്ലാവർക്കും മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. അത് മനസ്സിലാകാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്കും കൂടി വരും ദിവസങ്ങളിൽ അത് മനസ്സിലാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടന്റ് കൊടുക്കാനായി കഴിഞ്ഞാലും എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ അനുമോൾ തന്നെയാണ്. വന്നപ്പോൾ മുതൽ അനുമോളും അനീഷും അല്ലാതെ വേറെ ആരാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഭക്ഷണ കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളായി കഴിഞ്ഞാലും എന്തും തുറന്നു പറയാനുള്ള ആർജവമുള്ളത് അനുമോൾക്ക് തന്നെയാണ്. വേറെ ആയിരിക്കാനുള്ളത്? അതുപോലെ ഒന്നിനെയും ഭയമില്ലാത്ത നമ്മുടെ അനീഷും അനുമോളും അല്ലാതെ വേറെ ആരാണ് ബിഗ് ബോസിൽ ഒരു നല്ല വ്യക്തികളില്ലെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതായത് എല്ലാ കാര്യത്തിനും ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആര്യൻ എന്ന് പറയുന്നവൻ, അവന്റെ ആ ഒരു വർത്താനം നിങ്ങൾ കേട്ടോ? അതായത് അവന്റെ പേഴ്സണാലിറ്റിയും അവന്റെ കാര്യങ്ങളും ഒന്നുമില്ല അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊട്ടിത്തരം മാത്രം പറയുന്ന ഒരുത്തനാണ്. മിനിഞ്ഞാന്നും ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏതൊരു മത്സരാർത്ഥിയോട് കക്കൂസ് കഴുകുന്നവൾ എന്ന് പറഞ്ഞിരുന്നു. ഇന്നും അതുപോലെ കക്കൂസില് എന്നാ തുമ്പിയ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് അവൻ ഉപയോഗിച്ചിരുന്നു. അതിന് ലാലേട്ടൻ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അവനെ ഒഴിവാക്കൊന്നും ചെയ്യില്ല. അവനെ ആയാലും ജിസൈലിനായാലും ഇവരൊന്നും ഒഴിവാക്കൂല. കാരണം കടുത്ത റെക്കമെൻഡിൽ വന്ന ടീമുകളാണ്. ഇനിയിപ്പോൾ വോട്ട് കുറഞ്ഞാലും അവർ ഒഴിവാക്കൂല. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റെക്കമെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എങ്ങനെയെങ്കിലും 100 ദിവസം നിർത്തിക്കണം. ശമ്പളം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ശമ്പളമൊന്നും ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ 100 ദിവസം അവിടെ നിർത്തിക്കണം എന്നുള്ള എഗ്രിമെന്റിനോട് കൂടിയിട്ട് വന്ന പോലെയാണ് അവരൊക്കെ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ അവർ പുറത്താവും എന്നുള്ള ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. ഒരിക്കലും അവരെ പുറത്താക്കത്തുമില്ല. കാരണം ഇങ്ങനെയുള്ളവരൊന്നും പറഞ്ഞാൽ പുറത്താക്കൂല. ഇനിയിപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ കളികളായിരിക്കും. അതായത് ബിഗ് ബോസിന്റെ പല കളികളും ചീറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് അവിടെ ചില ആൾക്കാരോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട്. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് പല കളികളും ചീറ്റിപ്പോയത്. ഇപ്പോൾ ഇന്നത്തെ ടാസ്ക് തന്നെ ചീറ്റാനുള്ള കാരണം എന്താ? അക്ബറിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അക്ബറിനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഉള്ളത് കൊണ്ടാണ് ആ ഒരു ടാസ്ക് ചീറ്റിപ്പോയത്. ഇതിന് മുന്നേയുള്ള ടാസ്കുകളിൽ ചീറ്റിപ്പോയത് എന്താ? അക്ബറിനോടുള്ള സ്നേഹമാണ്. അങ്ങനെ ബിഗ് ബോസിന് പല ആൾക്കാരോടും പലതരത്തിലുള്ള സ്നേഹവുമുണ്ട്. ആ സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ടാസ്കുകളെല്ലാം ചീറ്റിപ്പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു വർത്തമാനത്തിലേക്ക് വരാം. അതായത് അനീഷും അതുപോലെ ആര്യനും തമ്മിലുള്ള വർത്തമാനം. ആര്യൻ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അനീഷിന്റെ തന്തക്ക് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും വാക്കുകളെ ആര്യൻ ഉപയോഗിച്ചിട്ടും ആര്യൻ എന്തൊക്കെ ഗോഷ്ടികളാണ് കളിക്കുന്നത്. ആര്യന്റെ ഗോഷ്ടികൾ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം വെറുത്ത പണ്ടാരടങ്ങിയിരിക്കുകയാണ്. അതായത് ഈ ആര്യനായാലും ജിസയിലായാലും ഈ മറ്റേ ഇവനുണ്ടല്ലോ നെവിനായാലും ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നല്ല രീതിയിൽ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വെറുപ്പ് വന്നിട്ട് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ അവർ ലാലേട്ടനോട് നേരിട്ട് കയറി പറയുമെന്ന് തന്നെ സംശയമുണ്ട്. അതായത് ഒന്ന് ഇവറ്റകളെ ഇറക്കി വിടൂ, അതായത് ഇവറ്റകളെയാണ് ഇറക്കി വിടേണ്ടത്, അല്ലാതെ വേറെ ആരെയല്ല. അത്രത്തോളം വെറുപ്പിക്കുന്ന ഒരു മത്സരാർത്ഥികൾ തന്നെയാണ് ഈ ആര്യൻ എന്ന് പറയുന്നവനൊക്കെ. അവനെയൊക്കെ ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അവൻ ഇന്ന് അനീഷിനോട് പറഞ്ഞ വൃത്തികെട്ട വാക്കുകൾ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. അനീഷ് ആയതുകൊണ്ട് മാത്രമാണ്, അനീഷിനെ ആയതുകൊണ്ടും അവിടെയുള്ള എല്ലാവരും അത് ചിരിച്ചു തള്ളുന്നതാണ് കണ്ടത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് അനീഷിന് അവിടെ ഒരാൾക്കും ഇഷ്ടമില്ല എന്ന് നമുക്കറിയാം. അവരൊക്കെ കൂടിയിട്ട് ആര്യൻ എന്ന് പറയുന്ന ആ പോഴന്റെ ഭാഗത്ത് കൂടിയിട്ട് അവന്റെ ആ വാക്കും കേട്ടിട്ട്, അതായത് അവൻ പറയുന്നതെല്ലാം ഭയങ്കരമായിട്ടുള്ള ഭംഗി വാക്കാണ് എന്ന് കേട്ടിട്ട് അവിടെ ചിരിച്ചു തള്ളുന്ന കുറെ ടീമുകളെ ഞാൻ ഇന്ന് കണ്ടു. അവരെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. കാരണം ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ നാളെ ലാലേട്ടന്റെ മുന്നിൽ പോയിട്ട് ഉരുകേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് ഈ ആര്യനെ നിങ്ങൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു എന്ന് നാളെ ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഉരുകേണ്ടി വരും. അവിടെ ഓരോന്ന് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ആര്യൻ പറയുന്നത് എന്തോ ഭയങ്കര സംഭവമാണ്, ആര്യൻ പറയുന്നതാണ് ജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നത്, ആര്യൻ പറയുന്നത് പുറത്തു പോകുമ്പോൾ അനീഷ് നെഗറ്റീവ് ആകും എന്നാണ് ഇവറ്റകളുടെയൊക്കെ വിചാരം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വാക്കുകൾ അനീഷിനെ പറഞ്ഞിട്ട് ഇത്രയും വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടും അവിടെ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര്യനെ തിരുത്താനോ അല്ലെങ്കിൽ ആര്യനെ കൊണ്ടത് പറയാൻ പാടില്ല എന്ന് പറയാൻ കൂടി അവിടെ ഒരു മനുഷ്യന്മാർ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. ആര്യൻ ഭയങ്കരമായിട്ട് തന്തക്ക് വിളിക്കുമ്പോഴും അനീഷ് മിതത്വം പാലിച്ചു.
അയാൾ ഒരു ബാഡ് വേർഡ്സ് പോലും അയാൾ യൂസ് ചെയ്തില്ല. എന്തുകൊണ്ടാണ്? അത് അയാളുടെ മാന്യതയാണ്, അയാൾ വളർന്നു വന്ന സാഹചര്യമാണ്, അയാളെ വളർത്തിയത് അങ്ങനെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ആര്യനെ പോലെയല്ല വളർത്തിയിരിക്കുന്നത്. ശരിക്കും ആര്യൻ ഇന്ന് അവൻ്റെ കുടുംബക്കാരെ മുഴുവൻ പറയുകയാണ് ചെയ്തത്. അത്രത്തോളം തൊട്ടിത്തരമായ വാക്കുകൾ ഉപയോഗിക്കുക. എന്നിട്ട് അവൻ പറയുന്നത് അവന് സ്വയബോധമില്ല എന്ന് അവൻ തന്നെ പറയുകയാണ്. ആ കോമാളിത്തരവും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് അവിടെ കിടന്നിട്ടുള്ള പരിപാടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഞ്ഞാന്തി ലാലേട്ടൻ വലിച്ചു കീറിയതേ ഉള്ളൂ. എന്നിട്ടാണ് ഇമാതിരി പരിപാടി വന്നിട്ട് ഇന്നും പറയുന്നത്. അപ്പം അവൻ്റെയൊക്കെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ അനീഷ് നാട്ടിൽ പുറത്ത് ഭയങ്കര മോശമാണ്, ഭയങ്കര മോശക്കാരനാണ്. അപ്പം ഇവൻ്റെയൊക്കെ വിചാരം ഇവനവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവൻ ഭയങ്കര പോസിറ്റീവാണെന്ന് ഇവൻ്റെയൊക്കെ വിചാരം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എത്രയും പെട്ടെന്ന് ഇതിനെ നമുക്ക് പുറത്താക്കണം. അതായത് ഒരാൾ പോലും വോട്ട് ചെയ്യാൻ പാടില്ല. വോട്ട് ചെയ്യാതെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു വിടുക തന്നെ വേണം. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അത്രത്തോളം മോശമായ ഒരു വ്യക്തി തന്നെയാണെന്നാണ് ഇന്ന് അനീഷുമായിട്ടുള്ള ആ ഒരു ഇതിൽ എനിക്ക് മനസ്സിലായത്. അത്രത്തോളം മോശമായിട്ടുള്ള വേർഡ്സുകളാണ് അയാൾ യൂസ് ചെയ്യുന്നത്. അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അയാളത് ചെയ്യും, അയാളുടെ സംസ്കാരം അതാണ്. അയാൾ മുൻപും പലരെയും ഇതുപോലെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ചോദ്യം ചെയ്യുന്നൊന്നുമില്ല, പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾ അവനെയൊക്കെ മനസ്സിലാക്കണം. ഈ ആര്യൻ എന്ന് പറയുന്നവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ജനങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ബിഗ് ബോസിൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ നടന്നു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആര്യനായാലും ജിസയിലായാലും ഇവരുടെയൊക്കെ കള്ളത്തരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ബിഗ് ബോസ് വരെ പിടിച്ചിരിക്കുകയാണ്. ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും മൈക്ക് ഊരി വെച്ചിട്ടില്ല എന്തോ ഒരു സ്വകാര്യം പറച്ചില. ബിഗ് ബോസ് കൃത്യമായിട്ട് അത് പിടിച്ചു പാടുന്നത്, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ രണ്ടുപേരെയും പിടിക്കുന്നുണ്ട്. അപ്പൊ മൈക്ക് ഊരി മാറ്റിയിട്ട് എന്തെങ്കിലും രഹസ്യം പറയണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അല്ലാതെ നല്ല കാര്യമൊന്നുമല്ലല്ലോ. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ബിഗ് ബോസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ മൈക്ക് ഊരി വെച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കൃത്യമായിട്ട് മൈക്ക് ഊരി വെച്ചിട്ട് പറഞ്ഞു, ബിഗ് ബോസ് പറഞ്ഞു ഈ കളി ഇവിടെ നടക്കില്ല. ബിഗ് ബോസ് തന്നെ അവസാനം ഇവറ്റകളുടെ കള്ളത്തരങ്ങൾ മുഴുവൻ എടുത്ത് വെളിയിലിട്ടു. അതാണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ളതാണ്. ഏതായാലും ബിഗ് ബോസിന്റെ ആ ഒരു പേജിൽ തന്നെ വന്നിട്ടുണ്ട്, അത് വരേണ്ടത് തന്നെയാണ്. കാരണം ഉഡായിപ്പിന്റെ രാജാക്കന്മാരാണ് ഈ ആര്യനായാലും ജിസയിലായാലും അതുപോലെ അങ്ങനെയുള്ള കുറേ ടീമുകൾ അവിടെയുണ്ട്, ഉഡായിപ്പുകൾ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വാക്കുകൾ പറഞ്ഞിട്ടും ആ മനുഷ്യൻ, അതായത് അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വേർഡ്സ് പോലും അവനെ ബാഡായിട്ട് വിളിച്ചിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് അയാളുടെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജനങ്ങൾ എല്ലാവരും ഈ അനീഷിനെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ക്വാളിറ്റികൾ ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. അനീഷിന് മാത്രമേ ഉള്ളൂ ആ ഒരു ക്വാളിറ്റി അവിടെ നിന്ന് ഞാൻ പറയുള്ളൂ. അത്രത്തോളം വളരെ സൂക്ഷിച്ച്, അത്രത്തോളം ജനങ്ങളെ ആരെയും വേദനിപ്പിക്കാതെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണാൻ കഴിയാത്തതായിട്ടോ കേൾക്കാൻ കഴിയാത്തതായിട്ടോ യാതൊരു വാക്കുകളും അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി പറയുന്നില്ല. അത് അയാളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്, ഏറ്റവും വലിയ ഗുണമാണ്. അവിടെ പക്ഷേ ആർക്കും അനീഷ കണ്ടുകൂടാ. അതിൻ്റെ ഉള്ളിലുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് പുറത്ത് ഭയങ്കര നെഗറ്റീവാണ് എന്നുള്ള ചിന്താഗതി തന്നെയാണ് ഇപ്പോഴും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഇവനെ പോലെയുള്ളവൻ്റെയൊക്കെ വാക്ക് കേട്ടില്ലേ നിങ്ങൾ? അത്രയും മോശമായ അറപ്പും വെറുപ്പും തോന്നുന്ന വാക്കുകളാണ് ഈ ആര്യനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞത്. അതിനെതിരെ കൃത്യമായിട്ട് പ്രതിഷേധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവനെയൊക്കെ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പറഞ്ഞു വിടണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.